എല്ലാവരും നമ്മുടെ കർത്താവിനെ സേവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. So I'm happy, we are all happy that God called us to serve the living, loving God Almighty. Amen. ഞാൻ സന്തോഷവാനാണ്, അതുപോലെ നിങ്ങളും സന്തോഷവാനാണ്. ബിക്കോസ് നമ്മളെല്ലാവരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിക്കപ്പെട്ടവരെ, അവിടുത്തെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. Bible says, if 2 or 3 gather in my name, my presence is here. ബൈബിൾ പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിലൂടെ കൂടിയാലും ഒരു മധ്യത്തിൽ എന്റെ സാന്നിധ്യമുണ്ടെന്ന് വചനം പറയുന്നു. Never say 99.9% presence, it is 100% presence is here. Amen and amen. ഒരിക്കലും ഒരു 99% പ്രസൻസ് ഉണ്ടെന്നല്ല പറയുന്നത്, 100% സാന്നിധ്യം ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. How many believe that God is carrying you with His presence? Amen. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ പ്രസൻസിനെ നമ്മളെല്ലാവരും വഹിക്കുന്നുണ്ട്, നമ്മളിതിനെ ക്യാരി ചെയ്യുന്നുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? So we don't fear anyone. നമ്മൾ അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെയും മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. Our mind will say, our body will say, fear. No. പക്ഷേ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മളോട് ഭയപ്പെടുത്തുന്നതായ കാര്യങ്ങളെ പറയും. And thank God we are alive, well, to bring glory to the kingdom of God. Amen. എന്നാൽ ദൈവത്തിന് നന്ദി പറയേണ്ടത് ആവശ്യം. നമ്മൾ അറിഞ്ഞിരിക്കുന്നു, നാം ജീവനോടെ ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തിന്റെ രാജ്യത്ത് നമ്മുടെ സ്ഥാപിക്കേണ്ടതിനുമായിട്ട് നാം ആയിരിക്കുന്നു. Yeah, when I come here, God put me in my heart. God's name is a miracle name. ഞാൻ മലയാളത്തിൽ പറഞ്ഞായിരുന്നു, അത്ഭുതം അടയാളം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും, നമ്മളെ കൊണ്ട് ദൈവം അത്ഭുതം അടയാളം ചെയ്യിപ്പിക്കും. ഞാനിവിടെ വന്ന സമയത്ത് ദൈവം ഹൃദയത്തിൽ തന്ന ഒരു ആലോചനയാണ്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, അത് അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ദൈവം ഇടപെടാനിടയായി. The first song also, I was so excited and happy that Holy Spirit is here to establish the miracle name and establish everything and miracles and wonders. ഇവിടുത്തെ നമ്മൾ പാടിയ ആദ്യത്തെ പാട്ട് തന്നെ അതിനെ കുറിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആവേശം തോന്നി. കാരണം നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, അത്ഭുതങ്ങളെ നമ്മുടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ മധ്യേ ഉള്ളത്. അത്ഭുതനാമേ, അതിശയനാമേ, എല്ലാം അതിശയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ God is going to do all those miracles by wonders and signs. How many believe that? അത്ഭുതവും അതിശയവും ചെയ്യുന്ന നാമമായി, നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളെ പ്രവർത്തിക്കാനുള്ള നാമമായി ആ നാമം നമ്മുടെ മധ്യയുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? So I was thinking, God is looking an opportunity to do His miracles and wonders in the family of God, in the kingdom of God first. ഞാനങ്ങനെ ചിന്തിക്കുമായിരുന്നു, ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് പ്രത്യേകിച്ച് ദൈവത്തിന്റെ കുടുംബമായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ദൈവിക അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവം പ്രവർത്തിപ്പാൻ ദൈവം തൽപരനാണ് എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. How many believe that God is going to do now? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കർത്താവ് അത് ചെയ്യാൻ പോവുകയാണെന്ന്? He is doing now. അവിടുന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then He is going to make a testimony out of it. അതിൽ നിന്നും ഒരു വലിയ സാക്ഷ്യത്തെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. Then you're going to go outside and share that testimony, and miracles and wonders is going to happen in other people's life also. അതുപോലെ തന്നെ നമ്മൾ ആ സാക്ഷ്യത്തെ നാം പുറത്തുപോയി മറ്റുള്ളവരോട് പ്രതിപാദിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലും അതുപോലെ സാക്ഷ്യങ്ങളെ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. So let the fire of the Holy Spirit moves in our families, in our children mightily and mightily and mightily, and things are going to happen, miracle things are going to happen in our lives. Amen. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ തീ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ മാത്രമല്ല, അതിലൂടെയുള്ള ദൈവിക അത്ഭുതങ്ങൾ, വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ദൈവം ചെയ്യാൻ പോവുകയാണ്. So today's topic is about the kingdom of God. Amen. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. Also it says kingdom of heaven. അത് സ്വർഗരാജ്യമെന്നും അതിനെ പറയാം. So kingdom, king, where I had split like king and DOM, kingdom. ഞാനതിനെ വിശദീകരിക്കുവാണെങ്കിൽ കിങ് ഡം, അതായത് രാജാവിന്റെ
ഒരു ആസ്ഥാനം അല്ലെങ്കിൽ കിങ്ഡം എന്ന് പറയാം. So Jesus is the King of Kings and Lord of Lords. നമ്മുടെ യേശുവാണ് രാജാധി രാജാവും കർത്താധി കർത്താവും എന്ന് പറയുന്നത്. Then the word attached DOM comes from dominions. കിങ്ങിനോട് അറ്റാച്ച് ചെയ്തുള്ള DO എന്ന് പറയുന്ന വേർഡ് ഡൊമീനിയൻ അല്ലെങ്കിൽ വാഴുന്നവൻ എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് വരുന്നത്. Where the king take dominion, where king take rule, that's what we call kingdom of heaven. അതായത് രാജാവ് എവിടെ തന്റെ അധികാരത്തെ എടുക്കുന്നുവോ, രാജാവ് എവിടെ വാഴുന്നുവോ, അതിനെയാണ് രാജ്യമെന്ന് അല്ലെങ്കിൽ കിങ്ഡം എന്ന് നാം പറയാൻ ആഗ്രഹിക്കുന്നത്. Thank God we are in the kingdom of God, kingdom of heaven. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നാം ദൈവരാജ്യത്തിലാണ് അല്ലെങ്കിൽ സ്വർഗ രാജ്യത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. So we are a royal priesthood. നമ്മൾ ഒരു രാജകീയ പുരോഹിത വർഗമാണ്. How many believe that wherever we go, we are carrying the kingdom of heaven, kingdom of God as kings and queens? Amen. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നമ്മൾ ദൈവിക രാജ്യ അധികാരത്തെ അല്ലെങ്കിൽ രാജകീയ പുരോഹിത വർഗം എന്ന അധികാരത്തെ അല്ലെങ്കിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ രാജ്ഞിമാർ എന്നുള്ള അധികാരത്തെ നാം വഹിക്കുന്നുവെന്ന് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? Because we are the children of God Almighty and we are a royal priesthood. നാം ദൈവിക രാജ്യത്തിലെ അധികാരികളാണ്, അതോടൊപ്പം തന്നെ രാജകീയ പുരോഹിത വർഗവുമാണ് നാം ഓരോരുത്തരും. So God ordained that position for a purpose and plan. ദൈവം ആ ഒരു പദവി നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ്. To take dominion over the earth. Amen. എല്ലാറ്റിന്മേലും നാം അധികാരികളായി തീരേണ്ടതിനും വാഴുന്നവരായി തീരേണ്ടതിനുമാണ്. So let's turn to Genesis chapter 1 verse 27. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. 27 and 28. അതിന്റെ 27, 28 വാക്യങ്ങൾ എങ്ങനെ വായിക്കാം? I'm sorry, 26 and 27. 26, 27 ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27. Then God said, let us make man in our own image, according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and over the cattle, over all the earth, over every creeping thing that creeps on the earth. So God created man in his own image. In the image of God, he created him, male and female, he created them. Amen. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. So God ordained us to take authority, take dominion over earth, because that's why we declare the kingdom of God is at hand in earth. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഈ പറയുന്നവയുടെ എല്ലാം മേൽ വാഴുവാനും അതിന്റെ എല്ലാം മേൽ നമുക്ക് അധികാരമെടുക്കാനുമാണ്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യം നമ്മളുടെ ഇടയിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. So that's why Jesus, when the disciple asked him to teach us how to pray, Jesus said, thy kingdom come, thy will be done on the earth as it is in heaven. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാര് യേശു കർത്താവിനോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിച്ചു. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ഇടയിൽ വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കാനിടയായി. So when we can see in Matthew chapter 6:10, we can see your kingdom come, your will be done on earth as it is in heaven. Amen. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മത്തായി സുവിശേഷം 6:10 ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കാണാൻ സാധിക്കുന്നത്. In the kingdom of God we have peace and life. Amen. അതായത് ദൈവരാജ്യത്തിൽ നമുക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. As royal priesthood we are going to enjoy
peace, providence, protection, and life in our life. അതായത് രാജകീയ പുരോഹിത വർഗമായിരിക്കൊണ്ട് നാം എല്ലാവരും ദൈവത്തിൽ നിന്നുള്ള കരുതലും സ്നേഹവും സന്തോഷവും എല്ലാം അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. Our Heavenly Father is in heaven. നമ്മളുടെ സ്വർഗീയ പിതാവ് സ്വർഗത്തിലാണ്. So He wants us to enjoy everything what He meant in our life. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ അവിടെ കർത്താവ് നൽകിയിട്ടുള്ള സകലതും നാം ആസ്വദിക്കണമെന്ന് ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. That's why Jesus said, this is the dividing line. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പറഞ്ഞു, ഇതാണ് ദൈവിക പദ്ധതിയിലുള്ള ജീവിതം എന്ന് പറയുന്നത്. The Satan come to steal and destroy, but Jesus came to give life in abundance. That's John 10:10. യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നത് പോലെ സാത്താൻ വരുന്നത് അറുപ്പാനും വെടിപ്പാനും കൊല ചെയ്യുവാനുമാണ്, എന്നാൽ യേശു കർത്താവ് വരുന്നത് നമുക്ക് സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. So when we look at the condition, the situation, the circumstance, we see pain, brokenness, sin, destruction, everything exit all around our life. നല്ലൊരു കാര്യം നാം നോക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കുന്നത് വേദനയും നാശങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് നമുക്ക് ചുറ്റുപാടും പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. But our Heavenly Father, when He looked from above with a fatherly affection, He wants to have peace, providence, protection, and life in our life. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമാകുന്ന സമാധാനവും സന്തോഷവും കരുതലും ദൈവത്തിന്റെ സമാധാനവുമാണ് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. So our Father wants to assure heaven in our life. നമ്മളുടെ പിതാവിന് നമ്മളിൽ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സ്വർഗീയ അനുഭവം അല്ലെങ്കിൽ ആ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അവിടുന്ന് നമ്മളെ കുറിച്ച് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുകയാണ്. That's why Jesus taught disciples, pray for thy kingdom come. അതുകൊണ്ട് തന്നെ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരേണമേ എന്ന്. Because let us pray together, God, thy kingdom, thy provision, thy protection, everything will become alive in our life, in our marriages, in our families, in our children. That is the will of God, thy kingdom come in every areas of our life. അതുകൊണ്ട് തന്നെ നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം തയ്യാറാണ്. കർത്താവേ, അങ്ങയുടെ രാജ്യം, ആ രാജ്യത്തിലുള്ള എല്ലാ നന്മകളും, ആ രാജ്യത്തിലുള്ള കരുതലുകളും, ആ രാജ്യത്തിലുള്ള സ്നേഹവും, രാജ്യത്തിലുള്ള സമാധാനം, സന്തോഷവും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും വെളിപ്പെടണമേ, വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം തയ്യാറാവണം. That's a privilege of the royal priesthood as a children of God. അത് രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ നമുക്കുള്ള ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് ഇതാണ്. That's why we can see in Philippians chapter 2, we can see God exalted Jesus' name above every other name. In that name, every knee should bow down in heaven, in earth, and under earth. Amen. അതായത് ഫിലിപ്പിയർ ചാപ്റ്റർ 2 കടന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവിന്റെ നാമത്തെ അവിടുന്ന് സകല നാമത്തിന് മേലായ നാമമായി ഉയർത്തി. അതുകൊണ്ട് ആ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. So when we go outside or when you are in home, thy kingdom come in my family, whatever, wherever Satan cannot come and destroy anything, thy kingdom come. അതുകൊണ്ട് ഇതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. എവിടെ പോയാലും നമ്മൾ എവിടെ ആയാലും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ, അങ്ങയുടെ രാജ്യം എന്റെ ജീവിതത്തിൽ വരണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. That's why you can see Matthew chapter 3:12. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം 3-ാം ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. It says, say, repent, for the kingdom of God is at hand now. അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ. So who is going to establish the kingdom of God? Wherever condition, situation, we going to establish the kingdom of God. ഈ ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ ആരാണ് കൊണ്ടുവരാൻ പോകുന്നത്? നമ്മൾ തന്നെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മൾ അത് പറയുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ ആ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വരികയാണ്. So Jesus' name is given to us. യേശു കർത്താവിന്റെ നാമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. In that name, every knee should bow down in heaven, in earth, and under earth.
ആ നാമത്തിന് മേൽ എല്ലാം, അതായത് മേലെ ആകാശത്തും ഭൂമിയിലും ഭൂമിക്ക് താഴെ പാതാളത്തിലുമുള്ള സകല നാമങ്ങളും ആ നാമത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുന്നു. That's why we want to fulfill the full potential as a royal priesthood in our life, in our families, in our children. അതുകൊണ്ട് തന്നെ ആ രാജകീയ പുരോഹിത വർഗമെന്ന് പറയുന്ന ആ ഒരു ഇതിലുള്ള സകല കരുതലുകളും സമാധാനവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മണ്ഡലങ്ങളിൽ അത് വെളിപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. Also Mark chapter 1:15. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. And says, the time is fulfilled and the kingdom of God is at hand. Repent and believe in the gospel. അവിടെ ഇങ്ങനെ പറയുന്നു, കാലം തികഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുന്നു. So we are very thankful and grateful for God to know that we are in the kingdom of God. നാം ദൈവസേന ഒത്തിരി നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തോട് ഒത്തിരി കടപ്പാടുള്ളവരായിരിക്കണം. കാരണം നാം ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. Always have that revelation knowledge. The kingdom of God is at hand. It is in our heart. Amen. അത് നമ്മൾക്ക് എപ്പോഴും ആ ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതായത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതായത് ദൈവരാജ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ഒരു വെളിപ്പാട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. We hold that peace and life always. നമ്മൾ ആ ഒരു സമാധാനവും ആ ഒരു വെളിച്ചവും എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം. And we're going to move that kingdom of God to many other people's life also. അപ്പോൾ തന്നെ ചിന്തിക്കണം, ആ ദൈവരാജ്യം ഞാൻ എൻ്റെ ലൈഫിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലോടുകൂടി അതിനെ കൊടുക്കുവാൻ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. So I was teaching the youth also the same thing. The kingdom of God is at hand. ഞാൻ ഇന്ന് പിന്നെ യുവജനങ്ങളുടെ മധ്യയും ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവിടെയും ശുശ്രൂഷിപ്പാനിടയായത്. The one thing I told them from, since the lack of time, from Matthew chapter 19. സമയക്കുറവുണ്ട്, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ. So whoever breaks the least of the commandment and teaches men shall be called the least in the kingdom of heaven. Matthew chapter 19, Matthew chapter 5 verse 19. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. So when we preach and break, they are the least in the kingdom of God. So whoever teach, preach and be a doer, they're going to be called the great in the kingdom of God. അതായത് ഈ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനാകുമെന്നും കാണാൻ സാധിക്കുന്നു. So the doers become the greatest in the kingdom of God. അത് ദൈവരാജ്യത്തെ ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് കാണാൻ സാധിക്കുന്നത്. So we should be very strict in our life. God, I'm going to be a doer. I'm going to be a doer. I'm going to be a doer, because we are looking the Father's heart. അതായത് നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ തീരുമാനം എടുക്കണം, ഞാൻ ചെയ്യുന്നവനായി തീരും, ഞാൻ അതിനെ ചെയ്യുന്നവനാകും. കാരണം നാം അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയവനായിട്ട് കാണപ്പെടുന്നത്. We all want our children to be great, is it? നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും വലിയവരായി കാണപ്പെടണം. നമുക്കെല്ലാവർക്കും ആഗ്രഹമില്ലേ? The same way our Father wants us to be great in the kingdom of God. അതേപോലെ തന്നെ നമ്മളുടെ സ്വർഗീയ പിതാവിന് നാം ഓരോരുത്തരെ കുറിച്ച് നാം സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവരായി കാണണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. That's not the pride from us. That's the way Father wanted. അതൊരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അഹങ്കാരമല്ല, മറിച്ച് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. So these are the days we can be a doer and doer to bring the gospel